മദർസ് പോകാൻ മാറ്റ് സയാനെ മാറ്റ്. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. എന്തൊക്കെ വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവരും സുഖമായിരിക്കും. അപ്പോൾ രാവിലെ ഒന്ന് ഓട്ടടയാണ് അമ്മച്ചി മോനെടുത്തപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ഓട്ടട ചട്ടിയിൽ നിന്ന് എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഓട്ടട അങ്ങനെ ചുടലില്ല. ഓട്ടട ചട്ടി ഉണ്ട്, പക്ഷേ ഞാൻ അങ്ങനെ ചുടലില്ല. ഞാൻ ഓട്ടട കരച്ചാൽ നന്നാവാറില്ല. അമ്മച്ചി വരുമ്പോഴാണ് ഓട്ടട അധികം ചുടുക. പിന്നെന്താ, എല്ലാവരുടെയും ഓട്ടട എന്നല്ല പറയാൻ തോന്നുന്നുണ്ടല്ലേ, എന്തെല്ലാം പേരൊക്കെ പറയുന്ന കേൾക്കാം. അപ്പോൾ രാവിലെ ഓട്ടടയും മീൻകറിയാണ് കഴിച്ചത്. മോനും നല്ല തീരെ ഉറങ്ങിയിട്ടില്ലായിരുന്നു കേട്ടോ. രാവിലെ ഒരു 5:15 ആയപ്പോഴാണ് മോൻ ഉറങ്ങിയത്. അപ്പം നല്ല ഉറക്കം വരുന്നുണ്ട്. അപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞിട്ട് ഒരു ഉറക്ക് പാസ്സാക്കാമെന്ന് വിചാരിച്ച് പിന്നെ ഞാൻ രാവിലെ പാൽ കുടിച്ചിരുന്നു. പിന്നെ ഇതിൽ ഓട്ടടയ്ക്ക് ഞാൻ വെള്ളം കലക്കിയിരുന്നു കുട്ടികൾ, അപ്പോൾ അത് കുടിക്കാൻ വിചാരിച്ചു. കുളിയൊക്കെ കഴിഞ്ഞ് വന്നു. ആ ചോറ് തിന്നാണ്. ചോറിന് മീൻകറി ഉണ്ട്, മുരിങ്ങൻ്റെ ഇല ഉണ്ട്, മത്തൻ്റെ ഇല ഉണ്ട്, മത്തി പൊരിച്ചതുണ്ട്. അപ്പോൾ അതൊക്കെ കൂട്ടി ഒരു പിടി പിടിച്ചു. വിശക്കണമൊന്നുമില്ല കേട്ടോ, പക്ഷെ തിന്നൽ ഇവിടെ നിർബന്ധമാണ്. സമ്മതിക്കില്ല തിന്നാതെക്കാൻ, അതുകൊണ്ട് തിന്നാം കേട്ടോ. പിന്നെന്താ, പിന്നെ ഉമ്മച്ചി അടുക്കളയിൽ പണിയെടുക്കുമ്പോൾ കുറച്ച് നേരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയി കിടന്ന് ഒരു മടുത്തരം വന്നിട്ടാ. അപ്പോൾ അങ്ങോട്ടൊക്കെ പോയി അപ്പം കുരങ്ങന്മാർ നിറച്ച് മുറ്റത്ത് പ്രാവിന് ഗോതമ്പിട്ട് കൊടുത്തിരുന്നു. അപ്പോൾ അത് പെറുക്കി തിന്നാം. നമ്മൾ കടലെല്ലാം പെറുക്കില്ലേ, കടല പെറുക്കണ പോലെ പെറുക്കി തിന്നാം കേട്ടോ. ഇറ്റകളെ കളിയൊക്കെ കാണാൻ നല്ല രസമാണ്. പക്ഷേ എന്താ പറയുക, നമ്മൾ ഈ ഇങ്ങനത്തെ ജന്തുക്കളിൽ ഒരു നന്ദിയില്ലാത്തൊരു വർഗ്ഗങ്ങൾ ഇറ്റകൾ മാത്രമേ ഉള്ളൂ. എത്ര നമ്മൾ തിന്നാൻ കൊടുത്താലും വേഗം നമ്മളെ ആക്രമിക്കാൻ വരുന്നൊരു സ്വഭാവമാണ് ഇറ്റയ്ക്ക് കേട്ടോ. നമ്മൾ വെറുതെ ഇവരെ മുഖത്തേക്ക് കുറച്ച് നേരം നോക്കി നിന്നാൽ മതി. അപ്പോൾ നമ്മളെ മുഖത്തേക്ക് തന്നെ നോക്കിയിട്ട് കാറി നമ്മളെ അടുത്തേക്ക് വരും കേട്ടോ. അങ്ങനത്തെ ഒരു സാധനങ്ങളായിട്ടുള്ള കേട്ടോ. പക്ഷേ ഇവരെ കളിയും ഇവരെ കുഞ്ഞു മക്കളുള്ളതൊക്കെ കാണാനൊക്കെ നല്ല രസമാണ്. അപ്പോൾ കുട്ടികൾ മദ്രസും വിട്ട് വരുന്നുണ്ട്. ഈ താഴെയുള്ള കുരങ്ങനെ ഒരു കാണുള്ളൂ കേട്ടോ. അത് പറയുമ്പോൾ ഓടി വരും ചെയ്ത്, ഓൻ പേടിച്ച് അകത്ത് കയറും ചെയ്തു മോൻ കേട്ടോ. എന്തൊരു മൊഞ്ചില മദ്രസ പോയ വരുമ്പോൾ എന്ത് ചെയ്യിക്കോലോ. മദ്രസ വിട്ട് വന്ന പിന്നെ വലിയൊരു പ്രഹസനമാണ് കേട്ടോ. വന്ന ഒച്ചപ്പാടും ബഹളമാണേ. പിന്നെ മോനൊരു കൂട്ടുകാരനെയൊക്കെ കൂട്ടിയിട്ടാണ് വന്നത്. അപ്പം എന്താ, പിന്നെ മുട്ടയും പച്ചമുളകും റസ്ക്കും വാങ്ങാൻ പറഞ്ഞതിനും, അപ്പോൾ അതൊക്കെ വാങ്ങി വന്നിട്ടുണ്ട്. പിന്നെ ഇവർ മദ്രസ പോകുന്നതുകൊണ്ട് സുഖം കേട്ടോ. എന്തെങ്കിലും വാങ്ങാൻ അത്യാവശ്യമുള്ള സാധനങ്ങൾ പിന്നെ അവരോട് വാങ്ങാൻ പറയും. പിന്നെ മക്കൾസിനൊക്കെ ചായയൊക്കെ കൊടുത്തു. പിന്നെ കുക്കുവിൻ്റെ ഒരു സാരി ഷോ കണ്ടു കേട്ടോ. ഞാൻ അവിടെ കിടന്ന് ഉറങ്ങിപ്പോയി. ഉറങ്ങി എണീച്ച് വരുമ്പോഴേക്കും സാരിയെ കൊടുത്ത് മുഞ്ചത്തി അയക്കണേ. അപ്പോൾ എന്നോട് ചുമ്മാ ഫോട്ടോസ് എടുത്ത് തരുമോ ചോദിച്ചു. അപ്പോൾ എന്നെ വന്ന് ഫോട്ടോസൊക്കെ എടുത്തു കൊടുത്തു. നല്ല കുറേ ഫോട്ടോസൊക്കെ കിട്ടി. ഞാൻ നല്ല ഷോർട്സായിട്ട് ഇട്ടിരുന്നു യൂട്യൂബിൽ. അപ്പോൾ അടിപൊളി ഫോട്ടോസൊക്കെ ആയിരുന്നു. അമീനെ വിളിക്കണ്ടേ? ചോനെ എല്ലൊക്കെ ഇതായി പോട്ടോ. വെയില് എടുക്കുക, അങ്ങോട്ട് വാ. കാണട്ട ആൾക്കാരെൻ്റെ കളി. മേ ചുറ്റുമണി പെരുവർക്ക ഗൈസ്. രാത്രി കരയാനാണ് ഗൈസ്. രാത്രി കരയാ, പകൽ കിടന്നുറങ്ങുക. വാവൻ്റെ മൂത്രത്തുണിയാണ് ആ പാത്രത്തിൽ കേട്ടോ. മോന് നല്ല സിനിമ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാനും കുറച്ച് നേരം വാവനെയും കൊണ്ട് അവിടെ നിന്ന് കണ്ട്. എന്താ പറയുക, ഹോസ്പിറ്റലിൽ നിന്ന് വന്നതിന് ശേഷം സിനിമയൊന്നും കണ്ടിട്ടേ ഇല്ല. സിനിമയൊന്നും അങ്ങനെ കാണലുമില്ല. പിന്നെ വൈകുന്നേരം ഉപ്പാൻ്റെ അനിയൻ്റെ വൈഫും ഉപ്പാൻ്റെ അനിയൻ്റെ മോളും ഉപ്പാൻ്റെ പെങ്ങളെ മോനൊക്കെ വന്നിരുന്നു അവനെ കാണാൻ. അപ്പോൾ ഒരു ചായ കുടിയൊക്കെ കഴിഞ്ഞോട് പോയിട്ടോ. പിന്നെ ഞങ്ങളിരുന്ന് ചായ കുടിക്കുക. അവർക്ക് വെള്ളം കലക്കി ചായയൊക്കെ ഉണ്ടാക്കി. അപ്പോൾ ഒരു വെള്ളം കുടിച്ചു, ഒരു ചായ അങ്ങനെ കുടിച്ചിട്ടൊന്നുമില്ല. അപ്പോൾ ഒരു പോയതിൻ്റെ ശേഷം അവർ കൊണ്ടുവന്ന ഡ്രസ്സൊക്കെ ഒന്ന് നോക്കി. അപ്പോൾ ട്രൗസറും കുപ്പായായിരുന്നു കേട്ടോ. അത് ഓരോയിട്ട് കുറേ നേരം വർത്താനം പറഞ്ഞിരുന്നു. പിന്നെ ഓരോ വീഡിയോയിൽ ഞാൻ വീഡിയോ എടുത്തിട്ടില്ല. പിന്നെ ആരെങ്കിലും വരുമ്പോൾ നമുക്ക് നല്ല രസമല്ലേ വർത്താനം പറഞ്ഞിരിക്കാൻ. ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ അടിഞ്ഞു കൂടിയിരിക്കുകയല്ലേ. അപ്പോൾ എന്താ പറയുക, അങ്ങനെ ഇന്നത്തെ വൈകുന്നേരം അങ്ങനെയൊക്കെ ആയിട്ടോ. ഹായ് പറയും, ഹായ് ഗൈസ് എന്ന് പറയും.
പറയ്. യൂട്യൂബിലുണ്ടാവും. കുഞ്ഞുത്താത്ത യൂട്യൂബിലിടോ? ഇതൊക്കെ താത്ത്, കൈയൊക്കെ താത്ത്. ഹായ് പറയ്. ഹായ് പറയ്. എന്തായി? മുറിയോ? എങ്ങനെ പറഞ്ഞേ? ആരുമായിട്ട് വീണതോ? കയ്യൊക്കെ വായിക്ക്. ഹായ് പറയ്. പാത്തുൻ്റെ പേര് പറഞ്ഞു കൊടുത്താ. ഞാൻ മാത്രമേ ഇങ്ങനെ പാത്തു പാത്തുന്ന് വിളിക്കുള്ളൂ. മോളെ അപ്പൂസ് എന്നാട്ടോ വിളിക്കുക അവരൊക്കെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെയുള്ളൂ. ടാറ്റാ ബൈ ബൈ, സി യു.